എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഏകദേശം 1/2 കിലോയിലും കൂടുതൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് തിരുമ്മി വെക്കാം. ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇതുപോലെ വെക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇതിന് മുകളിലായിട്ടിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നല്ലവണ്ണം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവാകുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് റെഡിയായിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സമയത്ത് എണ്ണയിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ കാണും. അതൊന്ന് വറ്റിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ 2 സവോള നെടുകെ അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, 2-3 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നല്ലോണം ചതച്ചെടുത്തത്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എണ്ണയിലെ വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു മണം വരുമ്പോൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നാടൻ കറികൾ വയ്ക്കുമ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 250 മില്ലിയുടെ ഒരു കപ്പാണ്. ഇത് 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള രീതിയിലല്ല എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിൽ കുറച്ച് തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതുപോലെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന കോഴിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറുത്തിരിക്കുന്ന തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. മസാലയും തേങ്ങാപ്പാലും ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സൂപ്പറായിട്ടുള്ള കറിയാണെന്ന്. ഈ ഒരു പരുവത്തിൽ ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിത് നെയ്ച്ചോറിൻ്റെ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തേങ്ങ വറുത്തരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒട്ടും വെള്ളമില്ലാതെ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ ചാറിന് വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിക്കൊരു മധുരം ഫീൽ ചെയ്യും. കുറച്ച് ചൂടുവെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.